തിരൂർ ഓൾഡ് പൊന്നാനി റോഡിലെ വടക്കനന്നാര ഭാഗത്തെ ഓവുപാലം അപകടാവസ്ഥയിലെന്ന് പ്രദേശവാസികൾ. ഇതിലൂടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ പൈപ്പിടൽ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശം ഒന്നടങ്കം വെള്ളത്തിലാണെന്നും നാട്ടുകാർ. ഓൾഡ് പൊന്നാനി റോഡ് എന്ന് അറിയപ്പെടുന്ന തിരൂർ അന്നാര മാങ്ങാട്ടിരി റോഡിലാണ് അന്നാര റേഷൻ കടയ്ക്ക് മുൻവശം ഓവുപാലം ഉള്ളത്. ഈ ഓവുപാലം നിർമ്മിച്ചിട്ട് ഏകദേശം 40 വർഷത്തോളമായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. 40 വർഷം മുമ്പുള്ള ഈ സ്ലാബാണ്. റോഡ് ഒന്നതല്ലാതെ സ്ലാബ് പാലം ഉയർത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നേരത്തെ ഞങ്ങളിപ്പോൾ ഈ പരിസരത്തുള്ളവർക്കൊക്കെ വെള്ളത്തിൻ്റെ മഴ പെയ്ത വെള്ളത്തിൻ്റെ ശല്യമാണ്. 2 വാട്ടർ അതോറിറ്റിൻ്റെ 2 പൈപ്പ് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. ആ പാലത്തിൻ്റെ ഉള്ളിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഈ കച്ചറ അടഞ്ഞിട്ട് ഈ പരിസരത്ത് മുഴുവൻ വെള്ളം ഒഴുകി പോകാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് ഉണ്ട്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ മേലെ കൂടെ ഇപ്പോൾ തൽക്കാലം പാലം ഉയർത്തി തന്നില്ലെങ്കിലും പൈപ്പ് മേലെ കൂടെ പാലത്തിൻ്റെ മേലെ കൂടെ ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ എന്താ മൊത്തം കച്ചറ വന്ന് അടയാണോ? കച്ചറ വന്ന് അടിയാണ്. ഇപ്പോൾ മഴ പെയ്താൽ ഇപ്പോൾ ഈ കാളിലെ ഈ ഞങ്ങൾ കുറേ ആളുകൾ ഞങ്ങൾ പരിസരത്തുള്ള ആളുകൾ പൈപ്പുമ്പോൾ പിന്നെ ഇത് ചോർന്ന് കഴിഞ്ഞാൽ പൈപ്പുമ്പോൾ വന്ന് അടിയാണ്. ഇത് കംപ്ലീറ്റ് വെള്ളം വരുമ്പോൾ പൈപ്പുമ്പോൾ കംപ്ലീറ്റ് കച്ചറ പൈപ്പുമ്പോൾ നിൽക്കുക. അങ്ങനെയാണ് ഇവിടെ വെള്ളം ബ്ലോക്കായിട്ട് വീട്ടുകൾക്ക് കയറുന്നത്. ഓവുപാലം നിർമ്മിച്ചതിനു ശേഷം പലപ്പോഴായി റോഡ് പണി നടക്കുകയും റോഡ് ഉയർത്തുകയും ചെയ്തിട്ടും പാലം ഒന്നും ചെയ്തിട്ടില്ല. ഇത്തവണ ഉണ്ടായ ശക്തമായ മഴ കാരണം ഈ പ്രദേശത്ത് ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുമുണ്ട്. മാത്രവുമല്ല 1000-ഓളം കുടുംബങ്ങൾ സർക്കാരുകളുടെ ഭക്ഷ്യധാന്യത്തിനായി ഉപയോഗിക്കുന്ന അന്നാര റേഷൻ കടയിലും വെള്ളം കയറുകയും ധാന്യങ്ങളെല്ലാം മറ്റു പ്രദേശത്തുള്ള റേഷൻ കടകളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതുമാണ്. ഇപ്പോൾ ഈ റേഷൻ കടയിലേക്ക് വരുന്നവർ മറ്റു ഭാഗങ്ങളിലുള്ള റേഷൻ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടുന്ന അവസ്ഥയുമാണ്. ഇതിനൊക്കെ കാരണം ഈ ഓവുപാലത്തോട് ചേർത്ത് നിർമ്മിച്ച വാട്ടർ അതോറിറ്റിയുടെ 2 പൈപ്പുകളുമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ റിപ്പയർ പോയിട്ട് മാസങ്ങളായിട്ടുള്ളൂ. അന്നേ പറഞ്ഞതാണ് ഈ പാലം പൊന്തിക്കണമെന്ന്. അതുകൂടാണ്ട് പൈപ്പ് ഇട്ടിക്കണത് താഴത്തു കൂടിയാണ്. പൈപ്പ് മുകളിൽ കൂടി ഇടാമെന്നും പറഞ്ഞിരുന്നു. ഇവിടെ എല്ലാം കച്ചറയെല്ലാം അടഞ്ഞു കിടന്നതിന് ശേഷം വെള്ളം മുഴുവനും മുകളിലേക്ക് പോകണം. അടുത്ത വീടുകൾക്കും റേഷൻ ഷാപ്പിൽക്കും മറ്റുള്ളവർക്കും വെള്ളം വളരെയധികം ബുദ്ധിമുട്ടാണ്. അധികാരികളോട് ഒരുപാട് പറഞ്ഞ്, കൗൺസിലർമാരോട് പറഞ്ഞ്, മറ്റു ബന്ധപ്പെട്ട അധികാരികളോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയായിട്ടും ഒരു ഇതില്ല. ചെയ്യാമെന്ന് പറയുന്നില്ല. കണ്ട് ഒരു ഇതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ റോഡ് പൊളിഞ്ഞ് റോഡ് ഈ പൈപ്പുകൾ നിർമ്മിച്ചത് അശാസ്ത്രീയമാണെന്നും ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയുന്ന തരത്തിൽ ഉള്ളതാണെന്നും ഇതു കാരണമാണ് ഇത്തവണ വെള്ളം റോഡിന് മുകളിലൂടെ ഒഴുകുവാൻ കാരണമായതെന്നും ഇവർ പറയുന്നു. ഈ ഒഴുക്കിൽ പുതുതായി ടാറിംഗ് നടത്തിയ ഓവുപാലത്തിനു മുകളിൽ ഉള്ള റോഡ് 50% തകർന്ന രൂപത്തിലുമാണ്. ഉടൻ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഈ ഭാഗം പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലുമാണ് ഉള്ളത്. റോഡ് തകർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഓവുപാലത്തിന് ബാധിക്കുകയും പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.